പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് എന്റെ നാട് എന്ന പരിപാടിയിൽ അബുദാബിയിൽ നിന്നും സലീം മാഡം തന്റെ ഗ്രാമമായ ചങ്ങരംകുളത്തെക്കുറിച്ച് എഴുതി അറിയിച്ച കുറിപ്പാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലാ അതിർത്തിക്കടുത്തായി മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ ആലങ്കോട്, നന്നമുക്ക് എന്നീ 2 പഞ്ചായത്തിന്റെ കീഴിൽ ദേശീയപാതയോട് ചേർന്ന് വയലേലകളാലും കവുങ്ങിൻ തോപ്പുകളാലും കോൾ പാടങ്ങളാലും തെങ്ങിൻ തോട്ടങ്ങളായും ചുറ്റപ്പെട്ടു കിടക്കുന്നതാണ് എന്റെ ചങ്ങരംകുളം എന്ന മനോഹരമായ കൊച്ചുഗ്രാമം. ആ ഗ്രാമത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളാണ് കാഞ്ഞിയൂർ, പള്ളിക്കര, മൂക്കുതല, നന്നമുക്ക്, കല്ലുമ്മ, പന്താവൂർ, ചീയാനൂർ, കാളാച്ചാൽ, ചേലക്കടവ് തുടങ്ങിയവ. ഈ ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നാണ് ചങ്ങരംകുളം എന്ന ഒറ്റനാമത്തിൽ അറിയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന അടക്ക വാണിജ്യ കേന്ദ്രം എന്ന സ്ഥാനം ഞങ്ങളുടെ ഗ്രാമത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഇന്ന് വിരലിൽ എണ്ണാവുന്ന അടയ്ക്ക റെഗുലർ മാർക്കറ്റേ ഉള്ളൂ. ആ ഏക റെഗുലർ മാർക്കറ്റ് ഞങ്ങളുടെ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാവാം ചങ്ങരംകുളത്തിന്റെ ആ മഹാപെരുമ ഭാരതമൊട്ടുക്കും അറിയുന്നത്. ഇന്ന് എന്റെ ഗ്രാമവും ഗ്രാമഭംഗിയും ഗ്രാമീണതയും പൈതൃകവുമെല്ലാം എല്ലാ ഗ്രാമങ്ങളെ പോലെയും വിദേശ പണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഏറെക്കുറെ നശിച്ചു. ഇപ്പോൾ പാവം എന്റെ ഗ്രാമം കോൺക്രീറ്റ് കാടുകൾക്ക് വഴിമാറിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞങ്ങളുടെ ഗ്രാമത്തിലും ഗ്രാമീണരിലും തലമുറകളായി പകർന്നു കിട്ടിയ മതസൗഹാർദ്ദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. എന്റെ ഗ്രാമം എത്ര മാറിയാലും ശരി, ഇന്നും എന്റെ മനസ്സിൽ, എന്നെ പോലെയുള്ളവരുടെ മനസ്സിൽ എന്റെ ആ പഴയ ഗ്രാമീണതയും ഗ്രാമഭംഗിയും ഗ്രാമീണരും മായാതെ തന്നെ നിൽക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജമാഅത്ത് പള്ളിയും പള്ളിപ്പീടികകളും ചന്തയും ചന്തപ്പുരയും മീൻ മാർക്കറ്റും ഒന്നും മറവിക്ക് വിട്ടുകൊടുത്തിട്ടില്ല ഞങ്ങൾ. അതിനടുത്തായി ഇരുന്ന് കുണ്ടൻ പാള കുത്തി വിൽക്കുന്ന ആ കറുത്തു മെലിഞ്ഞ പയ്യനും നിരനിരയായിരുന്ന് തീറ്റപ്പുല്ല് വിൽക്കുന്ന ചെറുമികളും അതിനിടയിൽ മുറുക്കി ചുവന്ന ചിരിയുമായി നിൽക്കുന്ന ഏലക്കാരൻ അബുക്കയും തെരുവീഥികളിലൂടെ കുടമണിനാദത്തിനൊത്ത് നീങ്ങുന്ന കാളവണ്ടികളും ഏലോ ഏലേസ എന്ന വിളിയുമായി വലിച്ചു നീങ്ങുന്ന കൈവണ്ടിക്കാരും ഗ്രാമത്തിന്റെ പ്രധാന നാട്ടുവഴിയായ മാത്തന്റെ ഇടവഴിയും കുട്ടാപ്പന്റെ ഇടവഴിയും കുറുപ്പിന്റെ വെട്ടഴിയും മാടേ റോഡും ഒന്നും ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല. വഴിയിലുടനീളം ചുവടി മണ്ണും ചരലും പിന്നെ തുമ്പയും നീലൂരിയും തുകക്കൊടിച്ചിയും വെള്ളിച്ചേമ്പും കമ്മ്യൂണിസ്റ്റ് അപ്പയും തൊട്ടാവാടിയും നിറഞ്ഞിട്ടുണ്ട്. ഈ വഴികളിലൂടെയുള്ള യാത്രകൾ ഏറെ ദുർഘടം നിറഞ്ഞതായിരുന്നു. ഈ വഴികളിലൂടെ ഒക്കെ നടന്ന് വീട് വീടാന്തരം കയറിയിറങ്ങി കുട്ടികളുടെ കണ്ണേരും നാഗേരും പാടി നടക്കുന്ന പുള്ളുവൻ നാണവും കുടുംബവും കൊട്ടയും മുറവും കൊട്ടക്കയിലും വട്ടിയും വിൽക്കാനെത്തുന്ന പറയിക്ക് നീലിയും മുള കൊണ്ടുണ്ടാക്കിയ പുട്ടുകുറ്റിയും ചിരട്ടക്കയിലും വിൽക്കാനെത്തുന്ന ആശാരിക്ക് അമ്മുണ്ണിയും ചിരവയ്ക്ക് മൂർച്ച വെപ്പിക്കാനും അമ്മി കൊത്താനുമായി വീടുകളിൽ എത്താറുള്ള വെള്ളി നൂൽ പോലത്തെ മുടിയുള്ള ചുവന്ന കല്ലുള്ള മുക്കുറ്റി അണിഞ്ഞ ആ കരിവാക്കി അമ്മയും പിന്നെ പെരുന്നാൾ രാവിന്റെ അന്ന് കുപ്പിവളകളും സുറുമയും കൺമഷിയും മുട്ടുസൂചിയും വിൽക്കാനെത്തുന്ന കൊൽസുമയും ആരുടെയൊക്കെയോ കഥകളിലെ കഥാപാത്രങ്ങളായി മാത്രം അവശേഷിക്കുന്നു. അതേപോലെ അക്കാലത്ത് ഞങ്ങൾ കുട്ടികളുടെ പേടി സ്വപ്നമായിരുന്നു നായാടി ബാലേട്ടൻ. ഉറിയും നാൽക്കാലികൾക്കുള്ള വെടയും കയ്യിൽ തൂക്കി പൊക്കണവും തോളിലേറ്റ് നടക്കുന്ന ബാലേട്ടൻ എങ്ങാനും വരുന്നുണ്ടെന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുട്ടികൾ അനുസരണയുള്ള കുട്ടികളായി മാറും. കാരണം കണ്ട പെരിച്ചാടിയെയും കീരിയെയും ആമയെയും ജീവനോടെ ചുട്ടുതിന്നുന്ന ബാലേട്ടൻ അങ്ങനെ അനുസരണയില്ലാത്ത കുട്ടികളെയും ചുട്ടുതിന്നുമെന്ന് പറഞ്ഞ് വീട്ടുകാർ കുട്ടികളെ ഒരുപാട് ഭയപ്പെടുത്തിയിരുന്നു. കുട്ടിക്കാല വിനോദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലോ, അന്നത്തെ വിനോദങ്ങളെല്ലാം ഇന്ന് അന്യമാണ്. അക്കാലത്തെ പ്രധാന കളികളായിരുന്നു ഏറും പന്തും കുട്ടിക്കോലും, മൊട്ടാസ്, ആട്ടക്കളം പൂച്ചൽ, ഗോട്ടി കൊണ്ടുള്ള കുഴിമിന്നിക്കളി, മതിലടി, അങ്ങനെ അങ്ങനെ കുറെ കളികൾ. അതിനിടയിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട്. തുല്ല്, എൽക്യാസ്, പറത്തൽ എന്നിങ്ങനെ. പിന്നെ പഴുത്ത പ്ലാവില കൊണ്ടുണ്ടാക്കിയ പോലീസ് തൊപ്പിയും ബെൽറ്റും അണിഞ്ഞുള്ള കള്ളനും പോലീസും കളിയും. കുട്ടിക്കാലം തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ഓർമ്മകൾ. ഇതെല്ലാം വളരെ രസകരമാണ്. അക്കാലത്തെ രാത്രികളിൽ
മുസ്ലിം വീടുകളിൽ നടക്കാറുള്ള മംഗല്യങ്ങളും രസകരം തന്നെ. പുതുമണവാളനും പുതുനാരിയും വരുമ്പോൾ ഏന്ത്യൻ പട്ടയും സാരിയും ബലൂണും കൊണ്ട് അലങ്കരിച്ച പന്തലിൽ രാന്തൽ വിളക്കിന്റെയും ചിമ്മിണി വിളക്കിന്റെയും വെട്ടത്തിലിരുന്ന് മാരനെയും നാരിയെയും കുറിച്ച് പുകഴ്ത്തിപ്പാടുന്ന പാട്ടുകളും ബൈത്തുകളും. തൊട്ടപ്പുറത്തെ പറമ്പിലെ ഫ്ലാവിൽ കെട്ടിയ കോളാമ്പി മൈസിലൂടെ നാടൊട്ടുക്കും മുഴങ്ങുന്നുണ്ടാവും ഇതൊക്കെ. പാട്ട് പോലെ ഇമ്പമുള്ളവളെ നീ എന്നുവരും എന്നുവരും എന്നീസാരേ നീ എന്നുവരും എന്നുവരും എന്നീസാരേ. പിന്നെ കല്യാണച്ചക്കനേക്കാളും പെണ്ണിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ വീക്ഷിക്കുന്നത് മൈക്കുകാരനെയാണ്, അതായത് ഓപ്പറേറ്ററെ. അന്നൊക്കെ മൈക്കുകാരന്റെ ഗമയും ഡിമാൻഡും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മറക്കാനാവാത്ത ഒരുപാട് മുഖങ്ങൾ വേറെയുമുണ്ട് എന്റെ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ. പിടിയോലക്കുടയും തൊപ്പിക്കുടയും ധരിച്ച് നാടൻ പാട്ടും പാടി കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകർ. കൃഷി ആവശ്യത്തിനായി പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ജലസേചന മാർഗങ്ങളായിരുന്നു തുലാൻ തേവലും കൈച്ചോട്ടത്തേവലും കാളതേക്കും. കാളതേക്കിന്റെ പ്രധാന ഉപകരണങ്ങൾ കൊട്ടയും തുമ്പിയും വട്ടുരുളിയും ചെറുരുളിയും ചമ്പക്കയറും കാളകളുമാണ്. പിന്നെ ഒരാസക്തിയായി ഇപ്പോഴുമുള്ളത് ഉഴുതുമറിഞ്ഞ ചേറിന്റെ ഗന്ധവും പുതുമഴ വീണാലുള്ള മണ്ണിന്റെ നറുമണവും രാത്രിയിൽ വീട്ടിൽ വന്നു നിറയുന്ന ഇയ്യാമ്പാറ്റയും മിന്നാമിനുങ്ങുകളും ഒക്കെയാണ്. ഇയ്യാമ്പാറ്റയെ പിടിക്കാനായി ഒരു സൂത്രമുണ്ട്. വെള്ളം നിറച്ച പാത്രത്തിൽ ചിമ്മണി വിളക്ക് കത്തിച്ച് നടുവിൽ വെക്കും. ഇയ്യാമ്പാറ്റകൾ വിളക്കിന്റെ ആകർഷണത്തിൽ വെള്ളത്തിൽ വന്ന് വീഴുന്നതും ചാവുന്നതും കാത്തിരിക്കും. അതോടൊപ്പം തന്നെ പേപ്പർ കൊണ്ട് ചുരുട്ടി ഉണ്ടാക്കിയ പേപ്പർ ബീഡി വീട്ടുകാർ കാണാതെ ആ വിളക്കിൽ നിന്നും കത്തിച്ചു വലിച്ച് ഉറക്കം തോണ്ടി വിളിക്കുന്നതുവരെ കാത്തിരിക്കും. പിറ്റേന്ന് നേരം പുലർന്നു നോക്കിയാൽ ആ ചാണകം മെഴുകിയ മുറ്റത്ത് നിറയെ ഇയ്യാമ്പാറ്റകളുടെ ചിറകുകളായിരിക്കും. അങ്ങനെ ഒരുപാട് ഗ്രാമാനുഭവങ്ങൾ ഇന്നും എന്റെ മനസ്സിലൊരു നഷ്ടസ്വപ്നമായി മായാതെ നിൽക്കുന്നു. ഒരുപാട് ഓർമ്മകൾ. ഒരു നിമിഷം, ഇതിനിടയിൽ ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ സലീം മാഡം. ഇവിടെ അബുദാബിയിൽ കുറെ കാലമായി പ്രവാസ ജീവിതം നയിക്കുന്നു. ഇനി നമുക്ക് എന്റെ കൊച്ചു ഗ്രാമത്തിലേക്ക് തന്നെ തിരിച്ചു പോവാം. ആ കാണുന്ന ആകാശമുട്ടയെ നിൽക്കുന്ന മിനാരവും ഗബ്ബയും കണ്ടില്ലേ? അതാണ് ഞങ്ങളുടെ ചങ്ങരംകുളം ജുമാഅത്ത് പള്ളി. ഇപ്പോൾ നിൽക്കുന്ന ഈ പുതിയ പള്ളിയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു പഴയ പള്ളിയും പള്ളിപ്പീടികകളും ഉണ്ടായിരുന്നത്. ആ പള്ളിയുടെ പുറകിലെ കുറച്ച് ഒഴിഞ്ഞ പറമ്പും നിരനിരയായി നിൽക്കുന്ന പീടികകളും കണ്ടല്ലോ. അവിടെയായിരുന്നു ചന്തയും ചന്തപ്പുരയും ഉണ്ടായിരുന്നത്. അക്കാലങ്ങളിൽ ഇവിടെ തിങ്കളാഴ്ച ദിവസങ്ങളിലായിരുന്നു ചന്ത നടന്നിരുന്നത്. അന്നിവിടം ഒരു പൂരത്തിന്റെ പ്രതീതിയായിരുന്നു. വഴിവാണിപ്പ കച്ചവടക്കാരും മൺകലങ്ങൾ വിൽക്കുന്ന കൊശവരും പരമ്പും പായയും ഉലക്കയും വിൽക്കുന്നവരും കയറും വലയും വിൽക്കുന്നവരും കുറവ കച്ചവടക്കാരും കൊണ്ട് ചന്ത നിറയും. തെരുവ് സർക്കസുകാരും കുറവല്ല. സ്ഥിരം ഈ ചന്തയിൽ എത്താറുള്ള അന്ധഗായകരുമുണ്ട്. ഇവർക്കൊക്കെ ഇടയിൽ നമുക്കൊരിക്കലും മനസ്സിലാകാത്ത രീതിയിലുള്ള അവരുടെ ഭാഷാപ്രയോഗങ്ങളും കണക്കുകളും ഉണ്ട്. പിന്നെ കന്നുകാലികൾക്ക് മൂക്കുകുത്തുന്നവർ, കാളകൾക്ക് ലാടം പറക്കുന്നവർ, അങ്ങനെ ഒരാരവം തന്നെയായിരുന്നു ചന്ത. അക്കാലത്ത് ഞങ്ങളുടെ ചന്തയ്ക്കും ചന്തപ്പറമ്പിനും ഒരു മുല്ലപ്പൂവിന്റെ നേർത്ത മണമുണ്ടായിരുന്നു. ചന്തയായാൽ പിന്നെ ചന്തപ്പുരയുടെ കവാടത്തിനെയും ഞങ്ങൾ അത്തർ വല്ലിപ്പ എന്ന് വിളിക്കുന്ന ആ അത്തർ വിൽപ്പനക്കാരനായ വൃദ്ധൻ സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ആ വൃദ്ധൻ തന്റെ അത്തർ പെട്ടിയിലെ സ്പെഷ്യൽ അത്തർ കുപ്പിയിൽ നിന്നും എടുത്ത അത്തർ ചന്തപ്പറമ്പിലേക്ക് വരുന്നവരുടെ കയ്യിലോ മുണ്ടിലോ ഒന്നു തൊടാതിരിക്കില്ല. അത്തർ വിറ്റില്ലെങ്കിലും അതൊരു പതിവായിരുന്നു. ഞങ്ങൾ മാനകണ്ടത്ത് പറമ്പെന്ന് പറയുന്ന ആ ചന്തപ്പറമ്പിൽ 2 മാവുകൾ ഉണ്ടായിരുന്നു. മാങ്ങയുടെ കാലമായാൽ പിന്നെ ഞങ്ങൾ കുട്ടികൾ കളികളുമായി ആ തത്തച്ചുണ്ടൻ മാവിന്റെ ചുവട്ടിലാകും. കാറ്റ് വീശുന്നതും നോക്കിയിരിക്കും. ചന്ത ദിവസങ്ങളിൽ പുലർച്ചെ മുതൽ ആ മാവുകൾക്കടിയിൽ ബാർബർ കുട്ടിക്ക് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടാകും. ആ വയസ്കനായ അരക്കിഴക്കുള്ള കുട്ടിക്കേക്ക് ആരും കണ്ടറിഞ്ഞ് ഒന്നും കൊടുക്കാറില്ല. എന്നാൽ ചന്ത ദിവസങ്ങളിൽ തന്റെ സമപ്രായക്കാരായ വൃദ്ധന്മാരുടെ കൂടെ ഉണ്ടാകും കുട്ടിക്ക്. ഇനി നമുക്ക് മീൻ മാർക്കറ്റിന്റെ പരിസരത്തേക്ക് പോകാം.
പുതുക്കി പണിത ഈ പുതിയ മീൻ മാർക്കറ്റിന്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു പഴയ മാർക്കറ്റും നിലനിന്നിരുന്നത്. അന്നിവിടെ മത്സ്യങ്ങൾ വിറ്റിരുന്നത് ഓരോരോ വ്യക്തികളായിരുന്നു. അക്കാലത്ത് മുന്തിയ ഇനം മീൻ കിട്ടണമെങ്കിൽ ബാവക്കയുടെ പലകയുടെ അടുത്ത് ചെല്ലണം. അക്കാലത്ത് ഇവിടെ മീൻ തൂക്കി കൊടുക്കുന്നതിലും കൂടുതലായി മീൻ ഉറുപ്പിക്കനുസരിച്ച് എണ്ണിക്കൊടുത്തുകൊണ്ടായിരുന്നു വിൽപ്പന. ഇനിയും എന്റെ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് പറയുവാനുണ്ട്. അതൊക്കെ പിന്നീട് ഒരിക്കലാവാം. വീണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമവിശേഷങ്ങൾക്ക് കാതോർക്കാം. ഗ്രാമങ്ങളിലെ നന്മയും സന്തോഷവും ഐശ്വര്യവും മതസൗഹാർദ്ദവും ഇനിയും ഏറെ നാൾ ഇങ്ങനെ കോട്ടം തട്ടാതെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു. എന്റെ നാടിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് അബുദാബിയിൽ നിന്നും സലീം മാഡം തന്റെ ഗ്രാമമായ ചങ്ങരംകുളത്തെ കുറിച്ച് എഴുതി അറിയിച്ച വിശേഷങ്ങൾ. എന്റെ നാട്. ഗ്രാമക്കാഴ്ചകളുടെ റേഡിയോ ആവിഷ്കാരം. പ്രിയ ശ്രോതാക്കളുടെ ഗ്രാമങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് എന്റെ നാട്. ശ്രോതാക്കൾ തങ്ങളുടെ ഗ്രാമങ്ങളെ കുറിച്ച് എഴുതി അയക്കുന്ന കുറിപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് എന്റെ നാട് അവതരിപ്പിക്കുന്നത്. ഗ്രാമക്കാഴ്ചകൾക്ക് റേഡിയോ ആവിഷ്കാരം നൽകുന്നത് സ്മിത സലീം. സാങ്കേതിക സഹായം അനിൽ മേലില. എന്റെ നാട്.